ശത്രുക്കളായിരുന്ന ഫിലിസ്തീർ ദാവീദിനോടടുത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് എതിരിട്ട് നിൽക്കുമ്പോൾ ഏലാം താഴ്വരയിൽ വെച്ച് 40 രാവും 40 പകലും മല്ലുപിടിച്ച ഗദ്യനായ ഗോലിയാത്തിനെ ഒരൊറ്റ കല്ലുകൊണ്ട് വീഴ്ത്തി ദാവീദ്. എന്നാൽ ശൗലും ദാവീദും ഇസ്രായേൽ സൈന്യവും യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്ന നിമിഷത്തിൽ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന ഗാനപ്രതിഗാനം കേട്ട് ശൗലിന്റെ ഹൃദയത്തിൽ അസൂയയുടെ ആത്മാവ് അവൻ ഉരുത്തിരിഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനെതിരെ കണ്ണുകടി തോന്നി. 5 വട്ടം ബൈബിളിൽ ദാവീദിനെ കൊല്ലുവാനായി കുന്തമെറിഞ്ഞതും അവനെ പിന്തുടർന്നതുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലധികം സമയം ദാവീദിനെ ഇല്ലാതാക്കുവാൻ ശൗൽ ശ്രമിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഈ പദത്തിന്റെ ഉദ്ധരണി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദാവീദ് രാജാവിന്റെ മുഖത്തിൽ നിന്നാണ് ഈ വചനം പുറപ്പെട്ടു വരുന്നത്. അനന്തരം ദാവീദ് ചോദിക്കുകയാണ്, ശൗലിന്റെ മകനായി യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ശൗൽ ആരാണ്? ദാവീദിന്റെ രക്തത്തിന് വേണ്ടി വാഞ്ചിച്ച, അവന്റെ പുറകെ കാട്ടിലും മേട്ടിലും ഒരു മരവണ്ടിനെ എന്ന പോലെ ഇടപെടാതെ പിന്തുടർന്ന ശൗല്. ശൗലിന്റെ രക്തം ദാവീദിന്റെ രക്തത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഒരു രക്തമായിരുന്നു, പ്രതികാരത്തിന്റെ രക്തം. പക്ഷേ ശൗലിന്റെ രക്തത്തിനും ദാവീദിന്റെ രക്തത്തിനും ഇടയിൽ ഒരു രക്തം കയറി. ആ രക്തമാണ് യോനാഥാന്റെ രക്തം. എന്താ യോനാഥാന്റെ പ്രത്യേകത? ഗത്യനായ ഗോലിയാത്തിനെ ജയിച്ചടക്കി ദാവീദ് വരുമ്പോൾ ദൈവവചനം പറയുന്നു, യോനാഥാന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയത്തോട് ചേർന്ന് പറ്റി. യോനാഥാൻ തന്റെ അരക്കച്ചയും തന്റെ മേലാടയും തന്റെ വാളും വില്ലും തന്റെ മേൽവസ്ത്രവും ദാവീദിന് കൊടുത്ത ശേഷം അവനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. 1 രാജാക്കന്മാർ 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഈ ഉടമ്പടി നാം കാണുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞു ഉടമ്പടി. നമ്മുടെ ദൈവവും ഉടമ്പടികളുടെ ദൈവമാണ്. ഉടമ്പടികളെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ശ്രദ്ധിക്കണമേ, ശൗലിന്റെ രക്തം ദാവീദിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച രക്തമാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ദാവീദിന്റെ രക്തത്തിനും ശൗലിന്റെ രക്തത്തിനും ഇടയിൽ യോനാഥാന്റെ രക്തം കയറി. ഇതിൽ നമുക്കെന്താണല്ലേ? പിതാവായ ദൈവത്തിനും നമ്മുടെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ശത്രുത ഉണ്ടായിരുന്നു. ക്രൂശിന്റെ ശത്രുക്കളായിരുന്നു നമ്മൾ. ഇസ്രായേൽ പൗരനോട് ബന്ധമില്ലാത്തവർ, വാക്തത്വത്തിന് അന്യരും പരദേശികളുമായിരുന്ന നമ്മെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശൗലിന്റെ രക്തത്തിനും ദാവീദിന്റെ രക്തത്തിനും ഇടയിൽ ഒരു യോനാഥാന്റെ രക്തം ഇടപെട്ടതുപോലെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ശക്തിയോടെ വ്യാപരിക്കാൻ പോവുകയും. എത്ര പേർ കർത്താവിന് സ്തോത്രം പറയും. നിങ്ങൾ ആയിരിക്കുന്ന സ്തോത്ര മണ്ഡലങ്ങളിൽ നിങ്ങളുടെ ഡിവൈസുകൾ ഓൺ ചെയ്ത് വെച്ചാട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ മീറ്റിംഗിൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാവരും പറഞ്ഞു യേശുവിന്റെ രക്തം. വെളിപ്പാടിൽ യോഹന്നാൻ കേട്ടൊരു ശബ്ദമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യ നിമിത്തവും കുഞ്ഞാടിന്റെ രക്തനിമിത്തവുമായി അവരെ ജയിച്ചു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ്, യോനാഥാൻ നിമിത്തം ദാവീദിന് ശൗൽ ഗ്രഹത്തോട് ദയ കാണിപ്പാണ്ടതിന് അവന്റെ ഉള്ളിൽ ഒരു ചിന്ത ദൈവം ഇടുകയാണ്. ഈ ചിന്ത മാനുഷികമല്ല. സിംഹാസനത്തിൽ നിന്ന് ദാവീദ് ചിന്തിക്കുന്ന ഒരു ചിന്ത കണ്ടോ? തന്റെ പുറകെ തന്നെ കൊല്ലുവാൻ, തന്നെ മുച്ചൂടും പിടിക്കുവാൻ, തകർത്ത്
ഇല്ലാതാക്കുവാൻ, ലോകത്തുനിന്ന് തന്നെ അവൻ ശൂന്യമാക്കി കളയുവാൻ ശ്രമിച്ച ശൗലിന്റെ മകൻ, അവൻ നിമിത്തം ശൗലിന്റെ ഗേഹത്തിൽ ആരെങ്കിലും ഉണ്ടോ ദയ കാണിപ്പാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. ഈ ചോദ്യത്തിന്റെ നടുവിൽ വളരെ ശ്രദ്ധിക്കണേ, രാത്രി ദൈവം നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവശക്തി വ്യാപരിക്കും. ആമേൻ പറഞ്ഞാട്ടെ. ഒരുവൻ വന്ന് മുമ്പിൽ നിൽക്കുക. ശൗലിന്റെ ഭൃത്യന്മാരിൽ ഒരുവനായിരുന്ന സീബ വന്നിട്ട് ദാവീദിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ശൗലിന്റെ ദാസനായിരിക്കുന്ന ഭൃത്യനായിരിക്കുന്ന സീബ പറയുന്ന ഒരു മറുപടി 2-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. എന്താ മറുപടി? ദാവീദ് സീബ വന്ന് നിൽക്കുമ്പോ ആദ്യം പറയുന്നത് ദാവീദ് ദയ കാണിക്കുമെന്ന. ഒന്നാമത്തെ വാക്യത്തിൽ എനിക്ക് ദയ കാണിക്കണം. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് 3-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? മനുഷ്യന്റെ ദയയും ദൈവത്തിന്റെ ദയയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ ദയ തീർന്നു പോകുന്നതാണെങ്കിൽ ദൈവത്തിന്റെ ദയ അവൻ എന്നെന്നും അത് പുതിയതാണ്. ഇന്ന് രാത്രിയും ആ ദയയുടെ ആഴം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയും? കർത്താവിന്റെ കരകളിലേക്ക് ഇന്ന് രാത്രി അന്യഭാഷയുള്ളവരൊക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആത്മമണ്ഡലം തുറന്നു വരേണ്ടതായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, സീബ എന്ന് പറഞ്ഞൊരു ഭൃത്യൻ, ശൗലിന്റെ ഭൃത്യൻ മുന്നോട്ട് വന്നിട്ട് പറയുക, ഉണ്ട് രാജാവേ, ഒരുവനുണ്ട്, അവന്റെ പേര് മെഫീബോശെത്ത് എന്ന. 2 കാലും ഉടമ്പുള്ളവനായ മെഫീബോശെത്ത് എന്ന് പറഞ്ഞ ഒരുവനുണ്ട്. ശ്രദ്ധിക്കണമേ, ഇവൻ 2 കാലും ഉടമ്പുള്ളവനായിട്ടല്ല ജനിച്ചത്. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ചില വിടുതലുകൾ നടക്കാൻ പോവുകയാണ്. എന്റെ കൂടെ നാമം പറയാം. ഒരു വാക്യം വായിച്ചു തരണം. 2 രാജാക്കന്മാരുള്ള 2 സമൂഹന്റെ പുസ്തകം 4:4 വായിച്ച്. ഒന്ന് വായിക്കാമോ? മകനായ യോനാഥാന് 2 കാലം ഉടന്തായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെ യോനാഥാന്റെ വാർത്ത എത്തിയ സമയം അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണു മുടന്തനായി പോയി. അവന് മെഫീബോശെത്ത് എന്ന് പേർ. ശ്രദ്ധിക്കണേ, സീബ പറയുന്ന വ്യക്തിത്വം യോനാഥാന്റെ മകൻ, ദാവീദിനെ പ്രാണനെ പോലെ സ്നേഹിച്ച അവന്റെ സ്നേഹത്തെ കുറിച്ച് ദാവീദ് പടയിൽ ശൗലും യോനാഥാനും പെട്ടുപോയപ്പോൾ, തകർന്നു പോയപ്പോൾ ദാവീദ് വസ്ത്രം കീറി ചാരത്തിലിരുന്നു കൊണ്ട് കരയുന്ന നിലവിളിക്കുന്ന ഒരു ഭാഗം തിരുവചനത്തിലുണ്ട്. അവൻ പറയാ, നിന്റെ പ്രേമം കളത്തറ പ്രേമത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുമോ അതിലും ആഴത്തിൽ യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചിരുന്നു. അതുപോലൊരു ബന്ധമായിരുന്നു യോനാഥാനും ദാവീദും തമ്മില്. നിങ്ങൾ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞു. പക്ഷേ പാളയത്തിൽ ഫെലിസ്തീനുമായി യുദ്ധത്തിനടുത്തപ്പോൾ ശൗലും യോനാഥാനും ഒരു ദിവസം തന്നെ പടയിൽ പട്ടുപോയി, തകർന്നടിഞ്ഞു. ഈ വർത്തമാനം യെരൂശലേമിൽ എത്തിയപ്പോൾ, രാജമന്ദിരത്തിൽ എത്തിയപ്പോൾ ഫെലിസ്തർ പിടിക്കാൻ കടന്നു വരുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് അന്ന് യോനാഥാന്റെ പ്രിയ മകൻ, 5 മാസം മാത്രം പ്രായം, ആ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞ്, ഈ കുഞ്ഞ് ആ രാജമന്ദിരത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണമേ, ഈ കുഞ്ഞ് രാജമന്ദിരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. തന്റെ അപ്പനും തന്റെ വെല്ലിപ്പനും ഒരു നിമിഷം കൊല്ലപ്പെട്ടു, ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു. എത്ര വലിയ ദുരന്തമാണ് ഈ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ചില ദുരന്തങ്ങളുടെ കെട്ടുകളെ ദൈവം പൊട്ടിക്കുന്ന രാത്രിയാണ്. ഇന്നലകളിൽ നിനക്കുണ്ടായ ദുരന്തങ്ങളിൽ, നീ കേട്ട ചില വാർത്തകളിൽ നിനക്കുണ്ടായ ചില ആഘാതങ്ങൾ നിമിത്തം നിന്റെ അകത്ത മനുഷ്യനുണ്ടായിരിക്കുന്ന ചില മുറിവുകൾ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിക്കുന്ന രാത്രിയാണ്. എത്ര പേർ ആമേൻ പറയും? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ രക്തത്താൽ ജയം ഉടമന ഹതനജനകടകത്തിയ. ശ്രദ്ധിക്കണമേ, രാത്രി
അവനെ സൂക്ഷിക്കുന്ന അമ്മ, സ്വന്തം അമ്മയല്ല ധാത്രി. ആമേൻ. യോനാഥാനും ദാവീദും സ്തോത്രം ശൗലും ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഈ ധാത്രിയുടെ ചെവിയിലെത്തിയപ്പോൾ 5 മാസം പ്രായമുള്ള അല്ലെങ്കിൽ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മെഫീബോശേത്തിനെയും എടുത്തുകൊണ്ട് ഈ ധാത്രി ഓടുകയാ. എങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ടൊന്നില്ലാതെ പ്രാണൻ കയ്യിലെടുത്തുകൊണ്ട് ഈ തലമുറയെ രക്ഷിക്കാനുള്ള ഒരു ഓട്ടമാണ്. ഓ ഹല്ലേലൂയ. കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാജരക്തമാണ് ഈ കുഞ്ഞിന്റെ മേൽ ഒഴുകുന്നത്. യോനാഥാന്റെ രക്തമാണ് ഈ കുഞ്ഞിന്റെ മേൽ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തലമുറയെ ഫെലിസ്ത്യരുടെ കയ്യിൽ കെട്ടിയാൽ വെട്ടിക്കളയുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ തലമുറയെ എടുത്തുകൊണ്ട് ഈ ധാത്രി അതിവേഗത്തിൽ ഓടുക. ഈ കുഞ്ഞിന്റെ പ്രാണനെ രക്ഷിക്കാനുള്ള ഓടുന്ന ഓട്ടം നിങ്ങളൊന്ന് സങ്കല്പിച്ച്. രാജധാനിയിൽ നിന്ന് എങ്ങോടെന്നില്ലാതെ രാത്രിയുടെ യാമത്തിൽ ഇവർ ഓടുന്ന ഓട്ടത്തിൽ ഈ കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു. വലിയൊരു ദൂരം ഞാൻ വിളിച്ചു പറയുന്നത്. ഈ കുഞ്ഞിന്റെ തെറ്റല്ല ഈ കുഞ്ഞിന്റെ കാല് മുടമ്പാകാൻ കാരണം. ഇന്ന് രാത്രി നിങ്ങളിൽ പലരും ഞാനും അനുഭവിക്കുന്ന പല വെല്ലുവിളികൾക്കും കാരണം നീ ചെല്ലുന്ന ഇന്നലകളിൽ നമ്മെ ചുമന്നവർ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് വഴുതി വീണപ്പോഴുണ്ടായ ചില മുടന്തലുകൾ, അത് ആത്മീകമാകട്ടെ, അത് ശാരീരികമാകട്ടെ, അത് കുടുംബപരമാകട്ടെ, ഇന്ന് രാത്രി അത് സാമ്പത്തിക മേഖലയാകട്ടെ, ഇന്ന് രാത്രി ഈ വെളിപ്പാടിൽ ഞാനതിനെ വെട്ടാൻ പോകുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ആ ദൂതിനെ മാമൻ പറയാമോ? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. കാർത്തിക സിസ്റ്റർക്ക് ദൂത ഏറ്റെടുത്തോണം. റിമന ഹതകടകടൽ ഘടകടന റിമന വൈധവന. ഇന്നലെ ആരൊക്കെയോ ചുമന്നപ്പോൾ ആമേ സ്തോത്രം കയ്യിൽ നിന്ന് വഴുതി വീണുണ്ടായ മുടന്തുകളെ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ഒരു ദൈവകരം ഈ മീറ്റിംഗിൽ വ്യാപരിക്കുന്നു. എത്ര പേർ ആമേ പറയുമെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ രക്തത്താൽ ജയം. നമുക്കറിയാം ആമേ സ്തോത്രം. ആമൻ കൂട്ടുകാരൻ എന്നോടത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആമൻ വ്യക്തി എന്നോടത് ചെയ്തില്ലായിരുന്നെങ്കിൽ, പിതാവ് എന്നെ അന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ, മാതാവ് ആമേ സ്തോത്രം എന്നോട് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് മുടന്തുണ്ടാകുകയില്ലായിരുന്നു. ആമേൻ സ്തോത്രം. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ അധ്യാപകൻ എന്നെ അവരുടെ മുമ്പിൽ വെച്ച് മുറിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്നൊക്കെ പരിതപിക്കുന്ന ആരൊക്കെയോ ഇതിന്റെ അകത്ത് മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവശക്തി ഇറങ്ങുന്ന രാത്രിയാ. കാരണം ദൈവശക്തിയുടെ പ്രത്യേകത അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. എത്ര പേര് ആമേൻ പറയും? റിബല ശബല ഘടകടന റിബല ഘടകടന ഘടന. യേശുവിന്റെ രക്തത്താൽ ജയം. പൈതൽ അറിഞ്ഞില്ല. രാത്രിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമ്പോ എവിടെയോ ഈ മാതാവിന്റെ കാൽ തട്ടി ഈ കുഞ്ഞു കാമേ സ്തോത്രം താഴെ വീണു. 2 കാലും മുടന്തായി. തകർന്നടിഞ്ഞ് ഈ കുഞ്ഞിന്റെ ജീവിതം. ഇന്ന് രാത്രി ആരുടെയെങ്കിലും ജീവിതം ഇതുപോലെ ഉടഞ്ഞതാണ്, തകർന്നതാണ്. നിന്നെ പണിയാൻ പറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി മീറ്റിംഗിലുണ്ട്. എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയും? എത്ര ഉടഞ്ഞാലും പണിയാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. തകർന്നതിനെയും ഉടഞ്ഞതിനെയും പണിയുന്ന ഒരു ദൈവം. ഊറക്കബല ഹദരജനകടക സന്തനാദികതര. കരമുയർത്തുന്ന ദൈവത്തിന് സ്തോത്രം പറയാമോ? യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ചില പണികൾ നടക്കട്ടെ, ചില പണികൾ നടക്കട്ടെ. ഊറാബല ഹന്തനാദനകടകസ്യ. അകത്ത മനുഷ്യനിൽ ചില പണികൾ നടക്കട്ടെ. ചിലതിനെ ജയിക്കുവാൻ ഇന്നലകളിലുണ്ടായ മുറിവുകൾ ചക്രസമയത്ത് എഴുന്നേറ്റുമെന്ന് ചില അനുഭവങ്ങളുടെ മണ്ഡലങ്ങളിൽ ഭയപ്പെട്ടു പോകുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്നലകളിലുണ്ടായ ആരൊക്കെയോ നിന്നെ തള്ളിയിട്ടത്, ആരൊക്കെയോ നിന്നെ എറിഞ്ഞിട്ടത് നിമിത്തം, ജീവിതത്തിലുണ്ടായ ആഘാതം നിമിത്തം, ചില വിഷയങ്ങൾ ഫേസ് ചെയ്യുന്ന നിമിഷങ്ങളിൽ നിനക്കുണ്ടാകുന്ന ചില ഭയങ്ങൾ ഇന്ന് രാത്രി ആ ഭയത്തിന്റെ കെട്ട് ദൈവം അടിക്കുന്ന രാത്രി. ആശപ്പൊന്നു ഇന്ന് രാത്രി ആമേൻ പറഞ്ഞു. ഉടമൻ ഹതനജന ഘടക. ഇന്നലകളിൽ ഉണ്ടായ ചില ചിത്ത അനുഭവങ്ങളിൽ ഉണ്ടായ ഭയത്തെ അവൻ സമയാസമയങ്ങളിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് നിന്നെ മുന്നോട്ട് ഗമിപ്പിക്കില്ലെന്ന് വാദിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയാണ്. ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് ഇന്ന് രാത്രി ചിലതിന് ദൈവം കയറ്റാൻ പോകുക. എത്ര പേര് ആമേൻ പറയും? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഉടമന ഹതനജനഘടക സന്തനാദിയ റിവനഘടകത്യ. ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകുമ്പോ ഏതോ ശുശ്രൂഷയുടെ യാമത്തിൽ യാസപ്പന്നൂത്തെ എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെ, പുറകോട്ട് വലിക്കുന്നത് പോലെയുള്ള ഇന്നലകളുടെ മെമ്മറികൾ ഇന്ന് രാത്രി അതിനെ ദൈവം വാശിയാണ് യേശുവിന്റെ രക്തത്തിൽ. എത്ര പേര് ആമേൻ പറയും?
പറയും. ഹല്ലേലൂയ. ദൈവശക്തി ഇന്ന് രാത്രി മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. എനിക്ക് ഈ സീബ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീബയോട് ദാവീദ് രാജസിംഹാസനത്തിൽ ഇരുന്നാ ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ശൗൽ ഗ്രഹവും ദാവീദ് ഗ്രഹവും തമ്മിൽ നിരന്തരമായൊരു യുദ്ധമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ ശൗൽ ഗ്രഹത്തിലെ അവസാന ആന്തരിയെ പോലും ദാവീദ് കൊന്നുകളഞ്ഞു. ഇപ്പൊ ദാവീദ് എന്ന് കേട്ടാൽ മെഫീബോശത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഭയമാണ്, വലിയ ഭയം, മരണഭയം. ഇന്ന് രാത്രി മരണഭയങ്ങൾ അറിയാൻ പോകുക. എത്ര പേർ ആമേൻ പറയും? ചില മരണത്തിന്റെ ഭയങ്ങൾ ഇന്ന് രാത്രി ആടിയട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി മരണ ഭയങ്ങൾ ആടിയട്ടെ. ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ഊരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണം നിഴലിൻ കീഴിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ശ്രദ്ധിക്കണമേ, മരണത്തിന്റെ പ്രത്യേകത അവിടെ ദാവീദ് പറയുന്ന സങ്കീർത്തനത്തിന്റെ ശബ്ദം കേട്ടോ. മരണത്തിന്റെ നിഴല്. ശ്രദ്ധിക്ക്, നിഴല് കാട്ടിയ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നത് അത് യഥാർത്ഥമല്ലെന്ന് നിഴലാണെന്നാണ്. ഓ, ഇന്ന് രാത്രി ആമേൻ പറ. ആമേൻ. ഇന്ന് രാത്രി പൊരുളായവനെ മീറ്റിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവനായി, വെള്ളോടിന് സദൃശമായി കാലുള്ളവനായി, ഭാഗത്ത് പൊൻകച്ച കെട്ടിയവനായി, 7 പൊൻനിലകൾ കൂടി നടുവിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുന്നവൻ, പത്മോസിന്റെ ആമേ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ആ ദ്വീപിൽ ഏകനായി ഒറ്റപ്പെട്ട് തന്നെയെ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുചെന്ന കപ്പലിന്റെ വാതിലും യോഹന്നാൻ അപ്പോസ്തലന്റെ മുമ്പാകെ അടഞ്ഞു. സകല വഴികളിലും അടഞ്ഞ് ആമേൻ പത്മോസിൽ മരണം മാത്രം കാത്തുകൊണ്ട് തന്റെ മരണത്തിന് ശേഷം തന്റെ ശരീരത്തെ കൊത്തിപ്പറിക്കുവാൻ ആകാശ മണ്ഡലങ്ങളുടെ ഊളിയിടുന്ന കഴുകന്മാരുടെ കണ്ണുകളും അതിന്റെ ചിറകടി ശബ്ദവും ആമേൻ സ്തോത്രം യോഹന്നാൻ ആമേൻ അപ്പോസ്തലനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കറുത്ത ദിവസത്തിൽ അവൻ ആത്മവിമർശനമാണ്. ഇന്ന് രാത്രി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സകല ഭയത്തിന്റെ കെട്ടുകളിൽ ഇന്ന് രാത്രി ആത്മാവ് അഴിക്കുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ ഭാവിയെ കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയം, കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഭയം ഇന്ന് രാത്രി നാമം പറയാമോ? ദൈവശക്തി മീറ്റിംഗിൽ വ്യാപരിക്കട്ടെ. നിഴല് കാട്ടി ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ വെല്ലുവിളികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കരമുള്ളവരെ പോലെ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഒരു ധൈര്യത്തിന്റെ ആത്മാവിന്റെ രാത്രി ചിലതിന്റെ മേൽ വ്യാപരിക്കട്ടെ. റിമന ഹംദര ജഗദന വൈഭവന റിമാല വക്ഷന്തര വൈഡ പ്രൗഢവന ഘടക സന്ദരേ ജഗദഗണകസ്യ. ദൈവത്തിന്റെ സ്ഥിതിയുടെ രാത്രി മീറ്റിംഗിൽ ഇറങ്ങട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റിമല ഘടകജനകന്ധര. ശ്രദ്ധിക്കട്ടെ, ദാവീദ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുക, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ദയ കാണിക്കണം. ശൗൽ ഗ്രഹത്തിൽ ആരോടെങ്കിലും എനിക്കൊന്ന് ദയ കാണിക്കണം. കാരണം എനിക്ക് ഇന്നലകളിൽ ഒരു ഉടമ്പടിയുണ്ട് യോനാഥാനുമായിട്ട്. ആ ഉടമ്പടി നിമിത്തം അവന്റെ ഗ്രഹത്തിൽ ആരെങ്കിലും തെറ്റിച്ചിരിപ്പുണ്ടോ? ആരെങ്കിലും? ചോദ്യത്തിന്റെ നടുവിൽ സീമ എന്ന് പറഞ്ഞ ഒരു ഭൃത്യൻ വെളിപ്പെട്ടു. അത് ആരുടെ ഭൃത്യന? ദാവീദിന്റെ ഭൃത്യനല്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെന്ന് മാത്രം വായിച്ചാൽ മതി. അത് ശൗലിന്റെ ഭൃത്യൻ. എല്ലാവരും ശൗലിന്റെ ഭൃത്യൻ. ഞാൻ അവനെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യും. ദാവീദും ഗ്രഹവും ശൗൽ ഗ്രഹവും തമ്മിൽ നിരന്തരമായി യുദ്ധം നടന്നു. കാലഘട്ടങ്ങളുടെ യുദ്ധമാണ്. വർഷങ്ങളെടുത്തു ദാവീദ് സിംഹാസനത്തിലെത്തുവാൻ. കേൾക്കുന്നവരെ നാമം പറഞ്ഞു. ഈ കാലഘട്ടം മുഴുവൻ മെഫീബോശത്ത് എവിടെയായിരുന്നു? ഈ മെഫീബോശത്തിനെ കുറിച്ച് സീബയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. മെഫീബോശത്ത് എവിടെ ഉണ്ടെന്ന്. ഇത് രാത്രി വചനം കേട്ട അതിൽ കത്തുന്ന തീയാണ് യഥാർത്ഥ തീ. ആമേൻ പറയാമോ? ഏലിയാവ് യാഗപീഠമൊരുക്കി, യാഗപീഠത്തിൽ വിറക് കഷ്ണങ്ങളെ വച്ചടുക്കി, അതിന്റെ മുകളിൽ ആമേൻ യാഗമൃഗത്തെ കണ്ടിച്ച് ആമേൻ അതിനെ അടുക്കി വച്ചിട്ട്
അതിന്റെ ചുറ്റും തോട് കീറി അവൻ കിദ്രോൻ തോട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അവൻ ആ മാംസപിണ്ഡങ്ങളുടെ മേൽ ഒഴിച്ചു. ആ വെള്ളം മാംസപിണ്ഡത്തിൽ തങ്ങി നിന്നില്ല, അത് വിറകിലേക്ക് ഇറങ്ങി. ആ വിറക് നനഞ്ഞു. വചനം പറയുന്നു വിറക് മാത്രമല്ല നിറഞ്ഞത്, ആ തോട് മുഴുവൻ നിറയത്തക്കവണ്ണം ഏലിയാവും ദാസനും വെള്ളം കോരി ഒഴിച്ചെന്ന്. ഇന്ന് രാത്രി കർത്താവിനെന്ന സ്തോത്രം പറ. ആ ഏലിയാവ് പ്രാർത്ഥിച്ചോട് പ്രാർത്ഥനയുണ്ട്, യഹോവയായ കർത്താവേ, നീ സത്യ ദൈവമെന്നും നീ അടിയനെ അയച്ചെന്നും ഈ ജനം വിശ്വസിക്കേണ്ടതിന് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ അയക്കണമേ. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചേ, തീ ആദ്യം കത്തിയത് യാഗപീഠത്തിലുള്ള യാഗമൃഗത്തിന്റെ മേലല്ല, യാഗവിറകിന്മേലല്ല. കല്ലിനെയും മണ്ണിനെയും ദഹിപ്പിക്കാൻ ശക്തിയുള്ള തീ ആദ്യം കത്തിയത് യാഗപീഠത്തിന്മേൽ ഒഴുക്കിയ ദൈവം അവൻ വെള്ളത്തിലാണ്. വെള്ളം എന്തിനെ കാണിക്കുന്നു? ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു, ശുദ്ധീകരിക്കുന്ന വചനത്തെ കാണിക്കുന്നു. ഇന്ന് രാത്രി വചനത്തിന്റെ മീനെ കത്തുന്ന തീയാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ തീ. അതിനോട് പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി? ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയാൽ ചിലതിന്റെ രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, he sent his mighty word and he delivered them from their pit. അവൻ അവന്റെ വചനത്തെ അയച്ച് അവരായിരുന്ന കുഴികളിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് രാത്രി ചിലരായിരിക്കുന്ന കുഴികളിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം തന്റെ വചനത്തെ അയക്കുന്ന രാത്രിയാ. എത്ര പേർ ആമേൻ പറയും? ദൈവ വചനത്തിന് തുല്യമായി ഇന്ന് രാത്രി ഒന്നുമില്ല. സുനിത സജി ദൈവം ചില കുഴികളിൽ നിന്ന് എന്നെ കയറ്റാൻ പോകുക. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം സഹോദരന്മാരാ യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയത്. ശ്രദ്ധിക്കണേ. പക്ഷെ അവിടെ കൊണ്ട് തീരുകയല്ല യോസഫ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേ സ്തോത്രം. കാരണം ആ പൊട്ടക്കിണറ്റ് ആമേ യോസഫിനെ ഇടുവാനുള്ള പൊട്ടക്കിണറ്റ് എവിടെയാണെന്ന് നിർണയിച്ചത് സഹോദരഗണങ്ങളല്ല, കഴിഞ്ഞകാല നിത്യതയിൽ തമ്പുരാനകട്ടോ. ആമേ പറ. എത്ര പേർ ദൈവത്തിന് സ്തോത്രം പറയും? അവൻ 7 പൊട്ടക്കിണറ്റിലായിരിക്കണം അവൻ യോസഫിനെ ഇടേണ്ടവരെന്ന് ദൈവമായിരുന്നു നിർണയിച്ചു വെച്ചിരുന്നത്. അത് പൊട്ടക്കിണറായിരുന്നു, അതിൽ വെള്ളമില്ലായിരുന്നു. നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ച്, യോസഫ് ആ പൊട്ടക്കിണറ്റിൽ അവൻ വീഴുകയും അതിൽ വെള്ളമുണ്ടെങ്കിൽ അവൻ ജീവനോടെ ശേഷിക്കത്തില്ല. ഇന്ന് രാത്രി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞേ, ആ പൊട്ടക്കിണർ എവിടെയായിരുന്നെന്ന് അറിയാമോ? ആമേ സ്തോത്രം. കനാനും മിസ്രൈമിനും നടുവിലുള്ള ദോദാൻ എന്ന സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈവേ കടന്നു പോകുന്ന ദോദാൻ എന്ന പട്ടണത്തിന് ചേർന്ന ഹല്ലേലൂയ ഒരു ആമേൻ സ്തോത്രം ഒരു പൊട്ടക്കിണറ്റിലാണ് യോസഫ് വീണത്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദയയുടെ ശക്തി എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. കുഴിയിൽ നിന്ന് കൊട്ടാരത്തിൽ എത്തിക്കുന്നതാണ് ദൈവത്തിന്റെ ദയ. ഇന്ന് രാത്രി ആ ദയ ഈ മീറ്റിംഗിൽ വ്യാപരിക്കാൻ പോകുക. ഒരു വിശേഷ ഫേവർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ വ്യാപരിക്കും. എത്ര പേർ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്? God is willing to send a mighty favor upon you people. ദൈവത്തിന്റെ കരുണ. ശ്രദ്ധിക്കണമേ, ദാവീദ് ആമേ സ്തോത്രം ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആഗ്രഹിക്കുന്നു. എല്ലാവരും പറഞ്ഞു ദൈവത്തിന്റെ ദയ. ആമേൻ. ഈ മീറ്റിംഗിൽ അനിലൊക്കെ ഒന്ന് സമയ സ്തോത്രം ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ദയ വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ദയ മനുഷ്യന്റെ ദയല്ല, തീർന്നു പോകുന്ന ദയയല്ല. ദൈവത്തിന്റെ ദയയുടെ പ്രത്യേകത അസാധാരണമാകട്ടോ. ആമേ സ്തോത്രം. അനാഥ പെൺകുട്ടിയായി എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ റാണിയാക്കി മാറ്റിയത് ആ ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ പറഞ്ഞേ. ഉടവനഘടകസ്യ ആട്ടിടയ ബാലനായവനെ ഇസ്രായേലിന്റെ രാജാവാക്കി അരകനാക്കി മാറ്റിയത് ആ ദൈവത്തിന്റെ ദയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, സ്വന്തം ശക്തിയല്ല, സ്വന്തം എഡ്യൂക്കേഷൻ അല്ല, സ്വന്തം പാണ്ഡിത്യമല്ല, ബാങ്ക് ബാലൻസ് അല്ല, ബന്ധങ്ങളല്ല. നിന്നെ ഉയർത്തുന്നത് ദൈവത്തിന്റെ ദയയാണെന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ഇന്ന് രാത്രി അസാധാരണമായ ദൈവത്തിന്റെ ദയ ചിലതിന്റെ പേർ വ്യാപരിക്കുന്നു. ആമേൻ. പ്രിൻസ് ദോഹ, നിന്റെ പേരൊരു ഫേവർ വീഴാൻ പോവുക, ദൈവത്തിന്റെ ദയ വീഴാൻ പോവുക എന്ന് ആമേൻ പറഞ്ഞേ. ഒരു വാക്യം വായിക്കുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം നടത്തുന്ന പോലെ നമുക്കത് പോകാം. എസ്ര നെഹമ്യ ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ ആമേൻ ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം എന്ന് വായിക്കാമോ? അതിന്റെ അകത്ത് ഒരു വാക്യം മാത്രം വായിച്ചാൽ 7-8-9 ഒന്ന് വായിക്കണേ. സമയം പോയാലും വേണ്ടില്ല, അതൊന്ന് ഗ്രഹിച്ചിട്ട് പോകാം. രാജാവിന് തിരുവള്ളം ഉണ്ടായി. ഞാൻ യഹൂദായിൽ എത്തും വരെ
നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് എഴുത്ത്. പ്രിൻസ് ദോഹ അവൻ പറ, രാജ്യങ്ങൾ നിന്നെ കടത്തിവിടേണ്ടതിന് വിസകളൊരുന്നു. എത്ര പേരാണ് രചന റവന ഘടക ചന്ദരെ ഇന്ന് രാത്രി ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാണോ? ആമേൻ പറ. ഇന്ന് രാത്രി വിസയുടെ കെട്ടുകൾ, ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രിയാ. നെഹമ്യാവെന്ന് പറഞ്ഞ ദൈവഭക്തൻ യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് ചുട്ടുമിരിക്കുന്നത് കണ്ടിട്ട് അവൻ കരയാൻ തുടങ്ങി, അവൻ വിലപിക്കാൻ തുടങ്ങി. നീണ്ട ദിവസങ്ങൾ ഉപവസിച്ചു, അവൻ കരഞ്ഞു, വിലപിച്ചു, കുറെ നാൾ ഭക്ഷണം കഴിക്കാതിരുന്നു. ഒരിക്കൽ അർത്ഥസിദ്ധ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വീഞ്ഞു അടിയായിരിക്കുന്ന, അല്ലെങ്കിൽ വീഞ്ഞു കൊടുക്കുന്ന പാനപാത്രവാചകനായിരിക്കുന്ന സ്തോത്രം നെഹമ്യാവ്, അവൻ അർത്ഥസിദ്ധ മഹാരാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് ഇന്ന് രാത്രി ഒരു അർത്ഥസിദ്ധ രാജാവ് തന്റെ ദാസന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഇടപെട്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്റെ മുഖം വാടിയാൽ, നിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ വീണാൽ ദൈവമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ഈസ് ദ കിങ് ഓഫ് കിങ്, ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്, ഈസ് എവർലാസ്റ്റിംഗ് ഗോഡ്. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവരും അടുത്തു കൂടാനാകാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും ഇന്ന് രാത്രി അവന്റെ ദയ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു. എത്ര പേര് ആമേൻ പറയും? മധുപാസൊക്കെ എനിക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി കെട്ടടിച്ചു വിടുന്ന ദൈവദാസന കർത്താവിന്റെ അഭിഷേകത്തിന് രാത്രി മീറ്റിങ്ങുകളുണ്ടല്ലോ. ആമേൻ പറഞ്ഞാണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചിരിച്ചോണ്ട് ആമേൻ പറയാ. അല്ലെങ്കിൽ നെഹമ്യാവേ, നീ എല്ലാ ദിവസവും രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന വേല കൊടുത്താൽ പാത്രം പോരാ. ഓ രാബ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ രാജ്യങ്ങളിൽ ആവശ്യമുണ്ട്. രാജ്യങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയാൻ മധുപാസ് മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ റിസീവ് ചെയ്തോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വീഞ്ഞൊഴിക്കുന്നത് നല്ലതാ. വീഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അർത്ഥശിഷ്ട മഹാരാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പകരുന്ന ചിലരുടെ പേരിൽ ഇന്ന് രാത്രി ആമേൻ പറയാം. എത്ര പേർ ദൈവവചനത്തിന് പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമം പ്രിൻസ് ദോഹയൊക്കെ പിടിച്ചെടുത്തോടെ നൂത് യേശുവിന്റെ നാമത്തിൽ ആമേൻ വിസയുടെ ഒക്കെ തടസ്സങ്ങൾ മാറാമോ? യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി തമ്പുരാന്റെ സ്തോത്രം പറഞ്ഞ് എത്ര പേർ ആമേൻ പറയാം? എനിക്ക് നിങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ എല്ലാ പ്രതിസന്ധികളെ പൊളിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുന്നു. അർത്ഥശിഷ്ട മഹാരാജാവ് അവനോട് ചോദിക്കുക, അവൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണ? അവൻ സ്തോത്രം നെഹമ്യാവ് പറയാ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള യെരൂശലേം അതിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വിഷാദിക്കാതിരിക്കും? ഒരാത്മഭാരം ഈ ജനത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുക. ആശംസിച്ചേ, നിന്റെ രാജ്യങ്ങളിൽ എത്തിക്കുന്നത് പ്രസംഗ പാഠമല്ല. ആമൻ പറഞ്ഞു, ആമൻ കഴിവല്ല, പണമല്ല. ദൈവദാസി, ജനത്തെ കുറിച്ചുള്ള നിന്റെ കണ്ണുനീര, ഒരാത്മഭാരത്തോടുള്ള പ്രാർത്ഥനയാ. ഇന്ന് രാത്രി നശിക്കുന്ന ഒരു കുടുംബം യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ഞാൻ പറയാ, ആമേ നമ്മുടെ കഴിവല്ല, ബലമല്ല. ആമേ സ്തോത്രം. ഒരു വ്യക്തിയെ കുറിച്ച് നിനക്കൊരു കണ്ണുനീരുണ്ടെങ്കിൽ ആദ്യം വിതയ്ക്കേണ്ടത്, രാജ്യത്ത് വിതയ്ക്കേണ്ടത് നിന്റെ കണ്ണുനീര. ഇന്ന് രാത്രി ആമേ പറയാമോ? യേശുവിന്റെ രക്തത്താൽ ജയം ചില വഴികളിൽ ജനത്തിന് വേണ്ടി തുറന്നു വരട്ടെ. രാജാവ് ചോദിക്കാൻ നിനക്ക് എന്തൊക്കെ വേണമെന്ന്. അതിന്റെ അകത്ത് രാജാവിനോട് പറഞ്ഞൊരു പദം എനിക്ക് വലിയ കയറി അങ്ങ് പിടിച്ചോണം. ഇന്ന് രാത്രി ഈ ദൂതനെ കയറി പിടിച്ചോണം. ആമേൻ. ആശപ്പന്നൂർ എന്റെ സിസ്റ്റർ ജയപ്പ ജോസഫ് ഒക്കെ എല്ലാവരും ഇന്ന് രാത്രി ദൂതനെ കയറി പിടിച്ചോണം. ആമേൻ. ആരും അറിയാത്തൊരു ദൂത ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നത്, ഒരു ഫസ്റ്റ് മെസ്സേജ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നത്. നിങ്ങൾ എത്ര പേര് ദൂത ഏറ്റെടുക്കുന്ന അറിയത്തില്ല. ശ്രദ്ധിക്കണേ, എന്താ ദൂതം അറിയാമോ? ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. നദിക്കക്കരെയുള്ള ദേശാധിപതികൾ തടയരുത്, അവർക്കുള്ള എഴുത്ത് ഇത്ര രാത്രി സകല ദേശാധിപതി കൊണ്ടക്കെത്തുക. അന്യഭാഷയോട് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാണ് രാജ്യങ്ങളുടെ അധിപതികളുടെ ആമേൻ ബലങ്ങൾ ഇന്ന് രാത്രി കിടട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, വാഴ്ചകളോടും ആമേൻ അധികാരങ്ങളോടും ലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും എത്രേ ഇന്ന് രാത്രി രാജ്യത്തിന്റെ കെട്ടുകൾ പോട്ടെ. മധുപാസെ ഏറ്റെടുത്തു. അങ്ങേക്ക് അഭിഷേകമുണ്ടെങ്കിലും ശുശ്രൂഷയുണ്ടെങ്കിലും ഒരു
പരിധിക്കുള്ളിൽ ഇനി കേരളത്തിൽ മാത്രം റൗണ്ട് ചെയ്താൽ മതി, ഇന്ത്യയിൽ മാത്രം കറങ്ങിയാൽ മതി എന്ന് പറയുന്ന ചില ഉദ്ദേശാധിപതികൾക്ക് ഇന്ന് രാത്രി ദൂതന്മാർ ഇന്ന് രാത്രി എത്ര പേർ അവൻ അഭിഷിക്തന്മാർ ഈ വചനം കേൾക്കുന്നവരോട് ആത്മാവ് പറയുക, അർത്ഥശിഷ്ട അവൻ അഗസ്തനിസ് രാജാവ് എത്ര പേർ ആമേൻ പറയാ? ഓ അർത്ഥശിഷ്ട രാജാവ് കുറിമാനം കൊടുത്തതുപോലെ ഇന്ന് രാത്രി ചിലതിനോട് ദൈവം ഇടപെടാൻ പോവുക. ഞാൻ ഭുവനേശ്വര പട്ടണത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന ഈ ദൂതനെ ഞാൻ ഏറ്റെടുക്കുക. കാരണം ദൈവത്തിന്റെ വചനം ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമച്ചകളെയും വേർപെടുത്തുവരെ കടന്നിരുന്ന അനിത സിസ്റ്ററെ തലമുറയുടെ യാത്രകൾ അവൻ അതിനെ ഒതുക്കാൻ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയത്തില്ല. അവന്റെ ഉയർച്ച ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ കാരണം അർത്ഥശിഷ്ട രാജാവിന്റെ എഴുത്തു മാത്രം മതിയായിരുന്നു ദേശാധിപതികൾ തടയാതിരിക്കാൻ. ഇന്ന് രാത്രി ഒന്നാമേ പറയാമോ, എന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെന്നേ, അല്ലെങ്കിൽ അവർ സ്വർഗമുടെ എടുത്തു കൊടുത്ത ദേശാധിപതികൾക്ക് തടയാൻ പറ്റത്തില്ല. എത്ര പേരാമേൻ പറയും? ഏഞ്ചൽ ആ കുഞ്ഞിനൊക്കെ ഒന്ന് ദൈവത്തെ നാരായണ രാത്രി അട്ടകമന ഹതര അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ, നീ പിണ്ടാകാരമാകുന്നതിന് മുന്നേ നിന്നെ കണ്ടുകൊണ്ട് ദൈവമുണ്ട്. ഇരമ്യ അവനെ പോലെ വിളിച്ചൊരു ദൈവമുണ്ട്. നിന്റെ നാവിനൊരു തീയുണ്ട് കേട്ടോ. റബത്തുരി നഗരം ദാനവൈഡം അർച്ചന ജഗൽക്കന ഇടിപ്പാനും പൊളിപ്പാനും നിർമൂലമാക്കുവാനും ജലഘടകസ്യ നിന്നോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനോയിന്റിങ് ആ കുട്ടിയുടെ മേലേക്ക് വ്യാപരിക്കുക. ഒരു കട്ടിയുള്ള പുതപ്പ് ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ രാത്രിയിൽ വ്യത്യസ്തമാക്കുന്ന ശുശ്രൂഷകളുടെ ആഴങ്ങളിൽ നിന്നെ ഇറക്കുന്ന ദൈവവചനത്തിന്റെ വെളിപ്പാടുകളുടെ മർമ്മങ്ങളുടെ തലമുറ ഉറക്കുന്ന ഒരു രാത്രിയെ രാത്രി മാറ്റുന്നു.